ആണും പെണ്ണും തുല്യമല്ല. പെണ്ണ് വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന പണിയെ ഒഴിവാക്കിക്കൊണ്ടവൾ പുറത്തു പോയാൽ ആ പണി ആരെങ്കിലും ചെയ്യണ്ടേ? ആ പണി ആരാ ചെയ്യാ? ഹായ് സുഹൃത്തുക്കളെ, ഇപ്പോൾ കുറേ പെൺകുട്ടികൾ ഇതേപോലെ ഉസ്താദുമാരെ വിമർശിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ആർക്കും ആരെയും വിമർശിക്കാം, നല്ല കാര്യമാണ്. തെറ്റ് കണ്ടാലോ ശരി കണ്ടാലോ അതിനെതിരെ പറയാനും അല്ലെങ്കിൽ തെറ്റ് കണ്ടാലോ വിമർശിക്കപ്പെടാനും നമുക്ക് അവകാശമുണ്ട്. പക്ഷെ അതൊരു നല്ല രീതിയിലായിരിക്കണം എന്ന് മാത്രം. നമ്മുടെ വാക്കുകളും എല്ലാം മറ്റുള്ളവരെ വേദനിക്കുന്ന രീതിയിൽ ആവരുത്. ഈ ഉസ്താദുമാർ ദീനാ പറയുന്നത്, ആര് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല. നമുക്ക് നല്ലതാണെന്ന് തോന്നി നമുക്ക് സ്വീകരിക്കുക, മോശമാണെന്ന് തോന്നിയാൽ നമുക്കത് വിട്ടുകളയാം. അതിനെതിരെ നമ്മൾ നമ്മളൊരു മുസ്ലിം സമുദായത്തെ തന്നെ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ താറടിച്ച് കാണിക്കുവാൻ എന്നതുപോലെയോ മറ്റുള്ളവരെ കേൾക്കുമ്പോൾ നമ്മളെന്തോ വലിയ തെറ്റുകാരൻ തോന്നും. അപ്പോൾ ഈ ഉസ്താദുമാരിൽ പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത് ദീനാണ്. ദീനിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. അല്ലാത്തവർക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, ആരും കെട്ടിവെച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ ഓണാഘോഷം കഴിഞ്ഞപ്പോൾ ഈ ഓണാഘോഷത്തിൻ്റെ കുറേ വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. ഉസ്താദുമാർ ആഘോഷിക്കാൻ അതവർ പറയുന്നത് ദീനാണ്. നമ്മളൊരിക്കലും മറ്റു മതത്തിനും ആഘോഷത്തിനും ഒരിക്കലും നമ്മൾ നിന്ദിക്കൂല, അങ്ങനെ പാടില്ല. നമ്മൾ ഒരു മുസ്ലിം നിന്ദിക്കാനോ ചീത്ത പറയാനോ ഒന്നും പാടില്ല. അവരെ ബഹുമാനിക്കാനും അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുമാണ് നമ്മോട് പറയുന്നത്. നമ്മളങ്ങനെ പഠിച്ചേട്ടാ. അപ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നിയാൽ നമ്മൾ സ്വീകരിക്കുക. ഇനിയിപ്പോൾ ഡാൻസ് കളിക്കാൻ തോന്നിയാൽ ഡാൻസ് കളിക്കുക, പാട്ട് പാടാൻ തോന്നിയാൽ പാട്ട് പാടാം. അപ്പോൾ അങ്ങനല്ലേ. അപ്പം ഉസ്താദന്മാർ ദീൻ പറയും, നമുക്കത് സ്വീകരിക്കാം. സ്വീകരിക്കുക. അല്ലെങ്കിൽ ഇതിനെക്കാട്ടി ഇലവിടാം, കല്ലി വല്ലിയതിൻ്റെ. അത് ഈ സമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് ഇതേപോലെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾക്കും വല്ലാത്ത വിഷമം തോന്നും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദീന് വിശ്വസിച്ച് ജീവിക്കുന്നവർ അവർ അനുസരിക്കട്ടെ, അല്ലാത്തവർ അവരെ വിശ്വസിച്ച് ജീവിക്കട്ടെ. ആരും തടയുന്നൊന്നുമില്ലല്ലോ, ആർക്കും എങ്ങനെ വേണം ജീവിക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പ് വശം. അപ്പോൾ ഇനിയെങ്കിലും വിമർശിക്കുമ്പോൾ നല്ല രീതിയിൽ പറയാം. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് നല്ല രീതിയിൽ പറയാം. അങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെ പറയാൻ പാടില്ല, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് പറയാം. നല്ല ഇമ്പമുള്ള അത് കേൾക്കാനും ആളുണ്ടാവും, അതിന് നല്ലൊരു കമൻ്റൊക്കെ വരും, നല്ല അടിപൊളി ലൈക്കും കിട്ടും. പിന്നെ ആൾക്കാർ കാണുമ്പോൾ ഒരു എന്താ പറയണ്ടേ, ഒരു സ്നേഹവും ഉണ്ടാവും നല്ല രീതിയിൽ വിമർശിക്കുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ആവട്ടെ.